മലയാളത്തിൽ ചെറിയ കഥാപാത്രങ്ങളിൽ അഭിനയിച്ചിട്ടാണെങ്കിലും ശ്രദ്ധയായി മാറിയ നടിയാണ് കണ്ണൂർ ശ്രീലത. അമ്മ കഥാപാത്രങ്ങളും സഹോദരി വേഷവും ഒക്കെയാണ് ശ്രീലത കൂടുതലായും സിനിമകൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ പക്ഷേ പലരുടെയും നിർബന്ധങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ താൻ ഇന്ന് സൂപ്പർ നടിയായി മാറുമായിരുന്നു എന്ന് പറയുകയാണ് ശ്രീലത. ഇപ്പോൾ സിനിമയിൽ അവസരങ്ങൾ തരാമെന്ന് പറഞ്ഞു പലരും വിളിക്കാറുണ്ട്. എന്നാൽ പക്ഷേ അവരുടെ കൂടെ ചെല്ലാമോ എന്നാണ് അവരുടെ പിന്നീടുള്ള ചോദ്യം. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ തനിക്ക് ഒരുപാട് സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെ കണ്ണൂർ ശ്രീലത വെളിപ്പെടുത്തുന്നത്. മറ്റൊരാൾക്ക് നമ്മുടെ ശരീരത്തിൽ തൊടണമെങ്കിൽ നമ്മുടെ സമ്മതം ഉണ്ടാകണമെന്നാണ് കണ്ണൂർ ശ്രീലത പറയുന്നത്. കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റിയാണ് കണ്ണൂർ ശ്രീലത പിന്നീട് പറയുന്നത്. ആദ്യം ഇഷ്ടത്തിന് പോയി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും, എന്നിട്ട് മാറി നിന്ന് അയ്യോ തന്നെ കൂട്ടബലാത്സംഗം ചെയ്തേ എന്ന് പലരും വിളിച്ചു പറയാറുണ്ട്. അങ്ങനെയൊന്നുമല്ലല്ലോ ഇതൊന്നും സംഭവിക്കുന്നത്, സ്വന്തം ഇഷ്ടപ്രകാരമാണല്ലോ പോകുന്നതെന്നും ശ്രീലത പറയുന്നുണ്ട്. എന്നാൽ പക്ഷെ അതും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരം തുറന്നു പറച്ചിലുകൾ പലപ്പോഴും പലരും നടത്തുന്നത്. ഇവരുടെയൊക്കെ മക്കൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും കുറിച്ചുമൊക്കെ ഇങ്ങനെ ഒരു പരാതി വരുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ ഭാവി എന്താകുമെന്ന് ഈ വിളിച്ചു പറയുന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ടോ എന്നും അവർക്കും ഇതുപോലെ ഒരു കുടുംബം ഉണ്ടാകില്ലേ, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാകാമെന്നും ഇതൊന്നും ഇല്ല എന്നല്ല താൻ പറയുന്നത്. എന്നാൽ പക്ഷേ പിന്നീട് വന്ന് തുറന്നു പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നാണ് നടി പറയുന്നത്. ആരും ആരെയും ബലമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോകുന്നു, അടിമപ്പെടുന്നു, അതിൽ മറ്റുള്ളവർക്ക് എന്തു ചെയ്യുവാൻ സാധിക്കുമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നാണ് കണ്ണൂർ ശ്രീലത പറയുന്നത്. അതേസമയം താൻ നേരിട്ട മോശം അനുഭവങ്ങളെ പറ്റിയും നടി ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറയുന്നുണ്ട്. തന്നോട് വിളിച്ചിട്ട് ഒന്ന് വരാമോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ഇല്ല സർ, വരാൻ പറ്റില്ല എന്ന് താൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ പണ്ടും നടക്കാറുണ്ട്, ഇന്നുമുണ്ട്. എന്നാൽ പക്ഷേ അതിനെ അഡ്ജസ്റ്റ്മെന്റുകൾ എന്നൊന്നും അന്ന് പറയാറില്ലായിരുന്നുവെന്നും നടി വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന് കൂടെ വരാമോ എന്നാണ് അങ്ങനെ താല്പര്യമുള്ളവർ ചോദിക്കുക. താല്പര്യമില്ല എന്ന് താൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് തനിക്ക് വലിയൊരു കഥാപാത്രം നഷ്ടപ്പെട്ടതെന്നും കണ്ണൂർ ശ്രീലത ചൂണ്ടിക്കാണിക്കുന്നു. നടൻ ദേവന്റെ ഭാര്യയായി അഭിനയിക്കാനുള്ള ഒരു അവസരമായിരുന്നു തനിക്ക് അങ്ങനെ വന്നു ചേർന്നത്. എന്നാൽ പക്ഷേ താൻ നോ പറഞ്ഞതോടെ തനിക്ക് ആ ഒരു അവസരവും നഷ്ടപ്പെട്ടു. അവരുടെ ഇഷ്ടത്തിന് പോകാത്തത് കൊണ്ട് ആ സിനിമയിൽ നിന്നും തന്നെ ഒഴിവാക്കിയെന്നാണ് നടി പറയുന്നത്. എന്നാൽ പക്ഷെ അങ്ങനെ സിനിമ നഷ്ടപ്പെട്ടാൽ തനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നും നടി കൂട്ടിച്ചേർക്കുന്നു. ഒരാളുടെ ചോദ്യത്തിലും ഭാവത്തിലും അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഇറങ്ങി വന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ശ്രീലത ഓർക്കുന്നു. മാത്രമല്ല, നാടകത്തിന്റെ ചായങ്ങൾ മുഖത്ത് തേച്ചിട്ടുള്ള ആളാണ് താൻ. തനിക്ക് സിനിമ വേണമെന്ന് നിർബന്ധമില്ല, നാടകമായാലും മതി തനിക്ക് ജീവിക്കാനെന്നാണ് നടി പറയുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത് കാറ് വേണ്ടേ, ബംഗ്ലാവ് വേണ്ടേ എന്നൊക്കെയാണ്. സിനിമാക്കാർക്ക് വഴങ്ങിക്കൊടുത്തിട്ട് തനിക്ക് കാറും ബംഗ്ലാവും ഒന്നും വേണ്ട എന്നും കഞ്ഞി കുടിച്ച് ജീവിച്ചാൽ മാത്രം മതി തനിക്കെന്ന് താൻ മറുപടിയും പറയുമെന്നും നടി പറയുന്നുണ്ട്. അതേസമയം ഇന്നത്തെ കുട്ടികളുടെ നിലപാടൊന്നും അന്നില്ലായിരുന്നുവെന്നും എന്നാൽ പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും താൻ നേരെ പോ എന്ന രീതിയിലാണ് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി അവസരങ്ങൾ തനിക്ക് സിനിമയിലും സീരിയലിലും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് വഴങ്ങിക്കൊടുത്തിരുന്നുവെങ്കിൽ താൻ ഇന്ന് വലിയൊരു നടിയാകുമായിരുന്നുവെന്നുമാണ് കണ്ണൂർ ശ്രീലത പറയുന്നത്. അതേസമയം നാടകത്തിൽ നിന്നും സിനിമയിലെത്തി മലയാളികൾക്ക് വളരെ സുപരിചിതയായി മാറിയ നടിയാണ് കണ്ണൂർ ശ്രീലത. മുഴപ്പിലങ്ങാട് സ്വദേശിയായ കണ്ണൂരിൽ രാജ തിയേറ്റേഴ്സ് നടത്തിയിരുന്ന പ്രശസ്ത നാടകരചയിതാവും സംവിധായകനുമായ രാജന്റെ മൂത്ത മകളാണ് ശ്രീലത. വീട്ടിലെ ദാരിദ്ര്യം 13ാമത്തെ വയസ്സിൽ തന്നെ ശ്രീലതയെ നാടകരംഗത്ത് കൊണ്ടെത്തിക്കുന്നു. കണ്ണൂർ ഗേൾസ് ഹൈസ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിലാണ് അലവിൽ ദേശീയ കലാസമിതിയിലെ അംഗമാകുന്നത്. ആ കാലത്ത് വിദ്യാഭ്യാസവും നാടക അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോയി ശ്രീലത. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് KT മുഹമ്മദിന്റെ നാടക ട്രൂപ്പിൽ ശ്രീലത ചേരുന്നത്. അതിനുശേഷമാണ് പ്രൊഫഷണൽ നാടകങ്ങളിൽ സജീവമാകുന്നത്. സംഗമം തിയേറ്റേഴ്സിന്റെ നന്ദി വീണ്ടും വരിക എന്ന നാടകത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് വരെ ശ്രീലതയെ തേടിയെത്തി. പിന്നീട് ബാലചന്ദ്ര മേനോന്റെ പ്രശ്നം ഗുരുതരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കണ്ണൂരിൽ നടക്കുന്ന അവസരത്തിൽ പത്രത്തിൽ ഫോട്ടോ കണ്ട ബാലചന്ദ്ര മേനോനാണ് സിനിമയിൽ ശ്രീലതയ്ക്ക് ആദ്യമായി അവസരം നൽകുന്നത്. എന്നാൽ പക്ഷെ ആ ചിത്രത്തിൽ ഒരു രംഗത്തിൽ മാത്രമേ അഭിനയിച്ചുള്ളൂ എങ്കിൽ പോലും തുടർന്ന് കാണാമറയത്ത്, അപ്പുണ്ണി, വീണ്ടും ചലിക്കുന്ന ചക്രം, ചേക്കേറാനൊരു ചില്ല, ആരോരും അറിയാതെ തുടങ്ങി നിരവധി സിനിമകളിൽ അവസരങ്ങൾ ലഭിച്ചു ശ്രീലതയ്ക്ക്. പല വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി കൂടുതൽ അവസരങ്ങൾ അവരെ തേടിയെത്തി. കുടുംബസുഹൃത്തായ വിനോദിനെ വിവാഹം കഴിച്ചു. ഇടയ്ക്ക് അച്ഛന്റെ ആരോഗ്യനില വഷളായതോടെ പൂർണ്ണമായും അഭിനയ രംഗത്തു നിന്നും ശ്രീലത മാറി നിന്നു. ആ സമയം ആകാശവാണിയുടെ കണ്ണൂർ നിലയത്തിൽ എഴുത്തുപെട്ടി എന്ന പരിപാടിയും ശ്രീലത അവതരിപ്പിച്ചു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തിരുന്ന കാർത്തിക എന്ന സീരിയലിലൂടെ അഭിനയ രംഗത്തേക്ക് തിരികെ എത്തി. തുടർന്ന് 3 വർഷക്കാലം ദൂരദർശനിലെ സീരിയലുകളിലെ സജീവ സാന്നിധ്യമായി മാറുകയായിരുന്നു ശ്രീലത. തുടർന്ന് സ്വകാര്യ ചാനലുകളുടെയും മെഗാ സീരിയലുകളുടെയും വരവോടെ നിരവധി സീരിയലുകളിലും ശ്രീലത അക്കാലത്ത് അഭിനയിച്ചു. ആ കാലഘട്ടത്തിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ സിനിമയിലും അഭിനയിച്ചു. എന്നാൽ പക്ഷേ 2011-ലുണ്ടായ ഒരു വാഹനാപകടത്തെ തുടർന്ന് അഭിനയ രംഗത്ത് നിന്നും വീണ്ടും മാറി നിന്നു ശ്രീലത. നൂറ വിത്ത് ലവ് എന്ന ചിത്രത്തിലൂടെ വീണ്ടും അവർ അഭിനയ രംഗത്ത് തിരികെ വന്നു. ഇപ്പോൾ സിനിമ സീരിയൽ അവസരങ്ങളൊന്നുമില്ലാതെ വീട്ടിൽ കഴിയുകയാണ് നടി. ഒറ്റയാൻ എന്ന ചിത്രത്തിലാണ് അവസാനമായി നടി അഭിനയിച്ചിരിക്കുന്നത്. അതിനുശേഷവും ഇപ്പോഴും അഭിനയിക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും നല്ല അവസരങ്ങൾ ലഭിക്കാത്തതുകൊണ്ടാണ് നടി അഭിനയ രംഗത്ത് നിന്നും മാറി നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.